ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ സൈഡ് ചെറിയൊരു ലീക്കേജ് ഉണ്ട്. അതേപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഒരു പാളിച്ച കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സ് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് തോന്നിയ കംപ്ലയിൻറ്റുകൾ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ലൈനർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഫുള്ളായിട്ട് തീർന്നാണ് കേട്ടോ, മാക്സിമം ഉപയോഗിച്ച് തീർന്നാണ്. അപ്പോൾ ടയറൊന്ന് ചേഞ്ച് ചെയ്തിടാം. അത് നമുക്ക് കമ്പനി വന്ന മോഡൽ സാപ്പർ മോഡലാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അത് വണ്ടി വരുമ്പോൾ ഉള്ള മോഡൽ ഏതാണോ അത് തന്നെയാണ് നമുക്ക് വണ്ടിക്ക് ഉപയോഗിക്കാനും നല്ലത്. അപ്പോൾ ആ മോഡൽ നമുക്ക് അതിനകത്തേക്ക് മാറ്റിയിടാൻ നോക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്ക് ഉണ്ട്. ഈ സൈഡൊക്കെ ഓയിൽ നല്ല രീതിയിൽ ഇവിടെ ഇറ്റ് ചാടണുണ്ട്. അത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഗിയറിൻ്റെ അകത്ത് നമുക്ക് 120 മില്ലി ഓയിലാണ് വരാം ഇതിൻ്റെ ഉള്ളിൽ. അതിനകത്ത് നിന്ന് അതിൻ്റെ ഓയിൽ സീൽ ചെറിയൊരു ലീക്ക് കാണിച്ചിട്ട് ഇവിടെ ഓയിൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ വന്നിട്ട് ലീക്കായിട്ട് ഇതിൽ കൂടെ താഴേക്കും ചാടുന്നുണ്ട്. ഇത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുറമേ നിന്ന് നമുക്ക് അഴിച്ചു മാറ്റാം. അതായത് ക്ലച്ച് എന്തെങ്കിലും സർവീസ് നമ്മൾ ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽസിൽ മാറ്റിയിടാവുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തുനിന്ന് കാണിക്കുന്ന ഈ ലീക്ക് ഉണ്ടല്ലോ, ഈ ലീക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഇറക്കിയതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓയിൽസീൽ അടിച്ചാണ്. ഓയിൽസീൽ മാറണമെങ്കിൽ ആ ഗിയർ ബോക്സ് അഴിച്ചാൽ തന്നെയാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ട് രീതിയിലുള്ള ലീക്ക് ഉണ്ട്. ഗിയർ ബോക്സിൻ്റെ അത്ര മേജറായിട്ടുള്ള കേസല്ല, പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഇവിടെ ഓയിലിൻ്റെ അത്യാവശ്യം നനവ് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽട്ടറൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓയിൽ ലീക്ക് വരാമെന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ പോയിട്ട് ആ ഓയിൽ ഇതിൽ കൂടെ ചാടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സൈഡിൽ കൂടെ പുറത്തേക്ക് വരാം. അതാണ് ആ ഓയിൽ തുള്ളിയിട്ട് ചാടണം അവിടെ ഭാഗത്ത്. സാധാരണ ഇങ്ങനെ വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഓയിൽ സീൽ പോകണമെങ്കിൽ തക്കതായൊരു കാരണം വേണം. കാരണം സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷനൊക്കെ വരുമ്പോഴാണ് സാധാരണ ആ ഓയിൽ സീൽ കൃത്യമായിട്ട് അവിടെ കവറാവാതെ വരും. ആ കവറിങ് കറക്റ്റ് വരാതെ വരുമ്പോഴാണ് ആ സൈഡിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കാം. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ സീൽ മാറ്റിയിടാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഒക്കെ പെർഫോമൻസും വർക്കിംഗ് കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അത് CVT ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടുകളാണ് ഈ വന്ന ഭാഗങ്ങൾ. അപ്പോൾ അതും നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബാക്കിലത്തെ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് അത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അത് നമ്മൾ ഓരോ 10,000 കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വർക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മളത് അഴിച്ച് ഗ്രീസിങ് കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ റബ്ബറുകൾ ചെറിയൊരു ചതവ് പോലെ വന്നിട്ടുണ്ട്. അത് ആ ക്ലച്ച് വെയിറ്റ് വന്നടിക്കണ യൂണിറ്റാണത്. അപ്പോൾ ആ റബ്ബറാണത്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റുകൾ നമുക്ക് അതിൻ്റെ ഈ പിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡ്രൈ ആയതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് അത് പ്രോബ്ലം വരും. അപ്പോൾ നമ്മളത് കൂട്ടത്തിൽ അത് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് റീസെറ്റ് ആക്കുന്നുണ്ട്. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ വേറെ പറയത്തക്ക കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓയിൽ ലീക്കായിട്ട് ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അത് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അത് ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കയറ്റാം. ബെൽറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് ശരിക്കും ഓയിലിൻ്റെ പ്രസൻസ് വരാൻ പാടില്ല. കാരണം റബ്ബർ ബെൽറ്റാണ്, അത് സ്ലിപ്പ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റിൻ്റെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം ആ വീലിൻ്റെ ഭാഗത്ത് ഓയിൽ വന്നേക്കണോണ്ട് ചെറുതായിട്ട് ഓയിലിൻ്റെ അംശമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീനാക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. പക്ഷെ അത് കുറച്ച് ഓടി ചൂടായിട്ട് തന്നെ അത് പോവുള്ളൂ. അപ്പോൾ അതുവരെ ചെറിയൊരു കരിഞ്ഞ മണവും കാര്യങ്ങളൊക്കെ വരും. അത് നിലവിൽ കാര്യമാക്കേണ്ടതില്ല, കാരണം അത് ഹീറ്റായി പുകഞ്ഞ് തന്നെ പോകണത്. നിലവിൽ ഓയിൽ ലീക്കിൻ്റെ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതങ്ങനെ വരാതെ നിന്നോളും. തൽക്കാലം പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. നമുക്കതൊന്ന് ശരിക്കൊന്ന് ക്ലീൻ ചെയ്ത സൈഡൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കോമ്പൗണ്ടൊക്കെ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് അതൊന്ന് കൈയോടെ തന്നെ ചേഞ്ച് ചെയ്തിടാം. കാരണം അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. ഇതേപോലെ ഓയിലൊക്കെ പുറത്ത് ചാടുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയും മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മളിത് അഴിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഇതേപോലെ വാട്ടർ സർവീസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ കഴിയുമ്പോൾ ബോഡി വാഷിങ് പുറമേക്കടെ മാത്രമേ കഴുകി പോകുള്ളൂ. ഉള്ളിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം മാറാലയൊക്കെ പിടിച്ച്
പൊടിയും ചെളിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ ഇതേപോലെ ഒന്ന് അയച്ചു വാട്ടർ സർവീസ് ചെയ്തിട്ട് എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ, അതായത് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കതിൻ്റെ ബ്രാക്കറ്റ്, കാളിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. ഇതിൻ്റെ റബ്ബറിൻ്റെ ബൂട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓവലായ ഒരു കണ്ടീഷനിലേക്കൊക്കെ ആവും. അപ്പോൾ അത് ഗ്രീസ് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ അതും കൂടിയും ചേഞ്ച് ചെയ്തിടാം. ബാക്കിലത്തെ ടയറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ബാക്ക് ടയർ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. സെയിം സിറ്റുവേഷനാണ് ഫ്രണ്ടിലത്തെ ടയർ. ഫ്രണ്ട് ടയറിൻ്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും ടയറിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് വരാമെന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ വന്ന പോയിൻ്റാണ്. നിലവിൽ ടയർ അതിനോട് ചേർന്ന് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ ഒരു പീരീഡ് ലൈഫ് ആയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് നോക്കുമ്പോൾ നമുക്ക് തോന്നും അത്യാവശ്യം ഗ്രിപ്പുണ്ട്. ഇതിൻ്റെ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഒരല്പം തേമാനം കൂടുതലുമുണ്ട്. അപ്പോൾ ബാക്ക് ടയർ നമ്മൾ മാറ്റിയിട്ടു. ഫ്രണ്ട് ടയർ തന്നെ ഇടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹാൻഡിലുമേ ചെറിയൊരു ബലം അനുഭവപ്പെടും. അത് നമുക്ക് റോഡ് ഗ്രിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ. അപ്പം ടയർ വലിയ താമസമില്ലാണ്ട് ഫ്രണ്ട് ടയർ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. മാറ്റിയിടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെയിം ഡിസൈൻ തന്നെ നോക്കാണ് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. MRF, അപ്പോളോ, സിയറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമുക്കതിന് വി ഷേപ്പ് എന്നത് പറയാം. വി ഷേപ്പ് മോഡലാണ് നമുക്ക് ഇതിൻ്റെ സാപ്പർ മോഡൽ എന്ന് പറയാം. ഈ മോഡൽ തന്നെ മേടിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ടയർ സെലക്ട് ചെയ്ത് അത് നമ്മൾ ഫിറ്റ് ചെയ്ത് തരാം. അതിപ്പോൾ ഏത് കമ്പനിയാണെന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ പാറ്റേണാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി, നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 അതിൻ്റെ മോഡൽ. നമുക്കതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.73 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. 12 വോൾട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടാണ്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ബാറ്ററി ഹെൽത്തി ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിലവിൽ ബാറ്ററിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. പ്ലഗും ഈ പറഞ്ഞ രീതിക്കുള്ള പുതിയ പ്ലഗാണ് കിടക്കണേ. അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഓയിലിൻ്റെ അളവിൽ കുറച്ച് കുറവുണ്ട്. കാരണം ഞാൻ എൻജിൻ ഓയിൽ ചെറുതായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അളവും കുറച്ച് കുറവുണ്ട്. അത്യാവശ്യം കളറിലും വേരിയേഷൻ ഉണ്ട്. സാധാരണ നമുക്ക് 100% കളർ നോക്കി ഒരു ഓയിൽ മാറ്റാൻ ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കൃത്യമായിട്ട് പറ്റില്ല. കറക്റ്റ് കിലോമീറ്റർ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരുപാട് മോശമായിട്ട് നല്ലോണം കറുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കളർ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് 3000 കിലോമീറ്റർ ബേസ് ചെയ്ത് ഓടണ വണ്ടികളുടെ കളർ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവണമെന്നില്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസ് കിലോമീറ്റർ ബേസിലാണ് നമ്മൾ ഓയിൽ മാറ്റണേന്നുള്ള കേസ് മാത്രം നോക്കാം. 3000 കിലോമീറ്ററാണ് ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് പറയുന്ന ഒരു കാലാവധി. അതിനകത്ത് കൃത്യമായിട്ട് ചെയ്തു പോകുക. അതാണ് വണ്ടിയുടെ എഞ്ചിൻ്റെ ലൈഫിന് മാക്സിമം ഗുണം ചെയ്യുന്നത് അതാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ ഓയിൽ കൂടി ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ്. അതിനകത്ത് നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ക്ലച്ചിനകത്ത് ആ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ബാക്കിയത്തെ നമുക്ക് സർവീസിനകത്ത് ഉൾപ്പെട്ടേക്കണ വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാറ്റേണ്ടി വരുന്നത് ഒന്ന് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിലെ ഓയിൽ സീലുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ബ്രാക്കറ്റിൻ്റെ ബൂട്ട് സെറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് ടയർ ചേഞ്ച് ചെയ്യാം. ഫ്രണ്ട് ടയർ വേണമെങ്കിൽ തൽക്കാലം നമുക്കിപ്പോൾ മാറ്റണതാണ് നല്ലത്. വേണമെങ്കിൽ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാമെന്ന് മാത്രം. മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻ്റ് നമ്മൾ തീർന്നു നോക്കോളും. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഗിയറിൻ്റെ ഈ ഓയിൽ ലീക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അഴിച്ച് അതിൻ്റെ ഓയിൽ സീലും കൂടി മാറ്റിയാലാണ് അത്രയും ഭാഗം ക്ലിയറായി പോകുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഗിയർ ബോക്സ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ആയത് വാട്സാപ്പിലേക്ക് ഇടാം. ഏകദേശം എത്ര വരുമെന്ന് നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഒരു എമൗണ്ടും നമ്മൾ എത്ര വരുമെന്ന് നമുക്ക് ചിലവ് എത്ര വരുമെന്നൊരു ധാരണ വേണമല്ലോ. അതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഫിഗറും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു കേസ് പറയാൻ വിട്ടുപോയൊരു കേസും കൂടി ഉണ്ട്. അതിനകത്ത് വണ്ടി നമ്മൾ ഓടി നിൽക്കുന്ന വണ്ടി ഓട്ടത്തിലൊക്കെ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ മോശമായ അവസ്ഥയൊന്നുമില്ല. സാധാരണ അങ്ങനെ വരുമ്പോൾ നമ്മൾ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്ത് കയറ്റേണ്ടതാണ് പതിവ്. നമ്മളിപ്പോൾ നിലവിൽ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ അയച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 380 രൂപ 400 രൂപ നമുക്ക് കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കേസും കൂടിയും പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ആ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെയും കൂടി ഒരു എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയേക്കാം. നോക്കിയിട്ട് അത് വലിയ പ്രോബ്ലം ഇല്ലയെന്നുണ്ടെങ്കിൽ തോന്നുന്ന കേസാണെന്ന് എപ്പോഴെപ്പോഴും ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വലിയ പ്രോബ്ലമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കയറ്റിയോ അല്ലെങ്കിൽ അടുത്ത സർവീസിൽ കയറ്റി അഴിക്കുകയോ എന്തെങ്കിലും എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ ചെയ്തു പോകണതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അതും കൂടി ചെയ്യണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ അതും കൂടിയും ചെയ്തു പോകാം. ഓക്കെ.